പണി പാളി. എൻ്റെ ലഗേജ് ഒന്നും കയറി വന്നിട്ടില്ല. എല്ലാവരുടെയും ലഗേജും കാര്യങ്ങളൊക്കെ വന്നു. ഞാനിവിടെ പെട്ടിരിക്കണ കൊണ്ടാറുടങ്ങി. ഇനിയിപ്പോൾ സെയിം ഫ്ലൈറ്റിൽ നാളെ വന്നിട്ട് വേണം ഇത് കളക്ട് ചെയ്യാൻ. കശ്മീരി ചിക്കൻ. ഞങ്ങളൊരു ട്രക്കിങ്ങിനുണ്ട്. ശങ്കരാചാര്യ കുറേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം എനിക്ക് പോകണമെന്ന് ആഗ്രഹിച്ച മെയിനൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടം വരെ ഒന്ന് പോണേന് എന്നെ ആക്കാൻ വേണ്ടി ഫ്രീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കാലത്ത് അവനെയും പൊക്കി പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കൊച്ചിൻ എയർപോർട്ടിൽ വന്നേക്കണേണ്. ഇവിടെ നിന്ന് എനിക്ക് ഡയറക്റ്റ് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ നിന്ന് എനിക്ക് ശ്രീനഗറിലേക്കാണ് പോണത്. അപ്പോൾ എന്തായാലും ഒന്ന് മഞ്ഞ് കണ്ടിട്ട് വരാം. ഓക്കെ, ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ, ബൈ. ഡൽഹിയിലിറങ്ങി ലെയർ ആയതുകൊണ്ട് ലോഞ്ചിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു. എൻ്റെ കാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഫ്രണ്ടിൻ്റെ കാർഡ് ഉണ്ടായതുകൊണ്ട് എന്തൊക്കെയോ തട്ടിക്കൂട്ടി അവസാനം ഫുഡ് കഴിച്ച്. പിന്നെ ഇതിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ നമ്മൾ കാശ്മീർ എത്തുന്നതിന് മുമ്പുള്ളതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. വിൻ്റർ സീസണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കാലത്ത് 9:10 കയറിയ ശ്രീനഗറിലേക്കുള്ള വണ്ടി ലേവറായിരുന്നു. അപ്പോൾ ശ്രീനഗർ എത്തിയിട്ടുണ്ട്. ടൈം 3:47. പ്രീപെയ്ഡ് സിംസ് ഇവിടെ വർക്ക് ചെയ്യത്തില്ല, പോസ്റ്റ് പെയ്ഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇനി ലഗേജ് എടുക്കണം, അടുത്ത പരിപാടി പിടിക്കണം. അവസാനം ഞാൻ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്ത്. അപ്പോഴാണ് ഞാനൊരു നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ലഗേജ് കയറി വന്നിട്ടില്ല. പിന്നെ എൻക്വയറി ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഗോപ്രോ ഉണ്ടായിരുന്നു. ആ ഗോപ്രോൻ്റെ ബാറ്ററി ഞാൻ ഊരി ചെയ്തിട്ടേക്കണായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അവരവിടെ അത് ബ്ലോക്ക് ചെയ്ത്. അപ്പോൾ ഇനി നാളെ കാലത്ത് വന്നിട്ട് വേണം ഞാനത് കളക്ട് ചെയ്യാൻ. എൻ്റെ ഈ പുറയിൽ നിൽക്കുന്നവരില്ലേ, എയർ ഇന്ത്യയുടെ സ്റ്റാഫാണ്. അവരപ്പോൾ എൻ്റെ നിന്ന് കൺസേൺ ലെറ്ററൊക്കെ എഴുതി മേടിച്ചു. അപ്പം ഇനി നാളത്തേക്ക് തിരിച്ചു വരണം. ഞാൻ ഈ വിജനമായ റോഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കണേ. ബാഗ് മിസ്സായി. ഇനിയിപ്പോൾ നാളെ വന്നിട്ട് ഇവിടെ ഒന്ന് കളക്ട് ചെയ്യേണ്ടി വരും. ഒന്നും പറയണ്ട, നല്ല ക്ലൈമറ്റാണ് കേട്ടോ. 4:20 കേട്ടുള്ളൂ. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്. പിന്നെ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം അല്ലേ, ഇന്ത്യയുടെ ഏറ്റവും അടിയിൽ കിടന്നിട്ട് ഞാൻ ഇന്ത്യയിലെ തലയോളം വരെ എത്തിയെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് മഞ്ഞ് കാണണമാണ് മെയിൻ. എന്തായാലും ഞാനിപ്പോൾ കണക്ട് ചെയ്ത് എനിക്കൊരു നമ്പർ കിട്ടി. ഞാൻ അവിടെ വിളിച്ച്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരു 15 മിനിറ്റത്തൊരു യാത്രയുണ്ട് ഹോട്ടലിലേക്ക്. രാജ്ബാഗിലാണ് സ്ഥലം. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഇവിടെ നിന്ന് ജംഗ്ഷനിൽ ചെന്നിട്ട് വേണം എന്തെങ്കിലും ഒരു ഷെയർ ടാക്സി എന്തെങ്കിലും പിടിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. റൂമിലെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. ഒരു ചായ കുടിച്ച് അപ്പോൾ നമ്മളൊരു മലയാള ചെക്കിങ് പരിചയപ്പെട്ട് ഇവിടുത്തെ ചിക്കൻ സമൂസ കേട്ടോ. കശ്മീരി ചിക്കൻ സമൂസ. പോകണ്ട, തുറവുണ്ട്. തിക്നെസ് ഉണ്ട്. ചിക്കൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ഇത്ര ഉണ്ടാവും. സമൂസ ഇത്ര.
പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫുഡ് സ്പോട്ടുണ്ട്, സീറോ ബ്രിഡ്ജ്. അവിടെ ഒരുപാട് കബാബ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. കബാബ് മാത്രമല്ല, അതേപോലെ ടർക്കിഷ് ഷവർമ. അതിൻ്റെ വീഡിയോസ് പുറകെ വരുന്നതായിരിക്കുള്ളൂ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കൂടെ ഉണ്ടായ പഹയൻ ഒന്ന് നടന്നിട്ട് വരാമെന്നും പറഞ്ഞിട്ട് 3 കിലോമീറ്റർ എന്നെ കൊണ്ട് നടത്തി. ഞങ്ങൾ എത്തിച്ചേർന്നത് ഡാൽ ലേക്കിലാണ് കേട്ടോ. ഡാൽ ലേക്കിന് ചെറിയൊരു പോർഷനാണ് ഈ കാണുന്നത്, പക്ഷേ രാത്രി കാണാണ്ടല്ലോ അടിപൊളിയാണ്. നിങ്ങൾ ട്രാവൽ ചെയ്യണമെങ്കിൽ ഡാൽ ലേക്കിൽ ഷിക്കാർ റൈഡ് എടുക്കണമെങ്കിൽ നൈറ്റ് മാത്രം എടുക്കുക കേട്ടോ, അടിപൊളിയാണ്. ഞങ്ങളൊരു ട്രക്കിങ്ങിനുണ്ട്, ശങ്കരാചാര്യ ടെമ്പിൾ അല്ലേ, എൻ്റെ മുകളിൽ കൂടി കുറേ കയറാനുണ്ട്. അവിടെ ഒന്ന് കയറിയിട്ടൊക്കെ വരാം. ഇവരാണ് നമ്മൾ ഇന്നത്തെ ശാന്തി കിട്ടാത്ത ആത്മാക്കളുണ്ടോ? പകുതി വരെ എത്തിയിട്ടില്ല. അപ്പോൾ ഉള്ള വ്യൂ ഉണ്ട് കാണാൻ. കുറേ നടന്നുണ്ടല്ലോ അവസാനം ടോപ്പിണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കണേ. എൻ്റെ പൊന്നു മോനെ, സംഭവം വേർത്തായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.